മറ്റു വാർത്തകൾ നോക്കാം. തെരുവ് നായ ശല്യവുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീം കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. കേന്ദ്ര സർക്കാരിന്റെയും മൃഗസ്നേഹികളുടെയും വാദമാണ് ഇന്ന് നടക്കുക. കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ച കോടതി മൃഗസ്നേഹികളെ പരിഹസിച്ചിരുന്നു. കടിക്കാതിരിക്കാൻ നായ്ക്കൾക്ക് കൗൺസിലിംഗ് നൽകുക മാത്രമാണ് ബാക്കിയുള്ളതെന്നും മറ്റെല്ലാ കാര്യങ്ങളും ചെയ്തതാണെന്നുമായിരുന്നു കോടതിയുടെ വാക്കാലുള്ള പരാമർശം. മൃഗസ്നേഹികളുടെ വാദത്തിനിടയിലാണ് സുപ്രീം കോടതിയുടെ പരിഹാസമുണ്ടായത്. ABC കേന്ദ്രങ്ങൾ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട സംസ്ഥാനങ്ങൾ ഉയർത്തുന്ന പ്രശ്നങ്ങൾ അമിക്കസ് ക്യൂറി കോടതിയിൽ അറിയിച്ചിരുന്നു. ഇതുവരെ നടപ്പാക്കിയ കാര്യങ്ങൾ വ്യക്തമാക്കിയ സംസ്ഥാനങ്ങളുടെ സത്യവാങ്മൂലവും പരാമർശിച്ചായിരുന്നു റിപ്പോർട്ട്. മൃഗങ്ങളുടെ ജനന നിയന്ത്രണം നടപ്പിലാക്കുന്നതിനെക്കുറിച്ചും ഷെൽട്ടർ അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കുന്നതിനെക്കുറിച്ചും ഏകദേശം 10 സംസ്ഥാനങ്ങൾ മാത്രമേ അനുസരണ സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുള്ളൂവെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇന്ന് വീണ്ടും ഈ ഒരു തെരുവ് നായ പ്രശ്നത്തിൽ ഇന്ന് സുപ്രീം കോടതി തെരുവ് നായ ശല്യവുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീം കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. തെരുവുനായ ശല്യവുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീം കോടതി ഇന്നും വീണ്ടും പരിഗണിക്കും. കേന്ദ്ര സർക്കാരിന്റെയും മൃഗസ്നേഹികളുടെയും വാദമാണ് ഇന്ന് നടക്കുക. കഴിഞ്ഞ ദിവസമാണ് കേസ് പരിഗണിച്ച കോടതി മൃഗസ്നേഹികളെ പരിഹസിച്ച് രംഗത്തെത്തിയത്. കടിക്കാതിരിക്കാൻ നായ്ക്കൾക്ക് കൗൺസിലിംഗ് നൽകുക മാത്രമാണ് ബാക്കിയുള്ളതെന്നും മറ്റെല്ലാ കാര്യങ്ങളും ചെയ്തതാണെന്നുമായിരുന്നു കോടതിയുടെ വാക്കാലുള്ള പരാമർശം. മൃഗസ്നേഹികളുടെ വാദത്തിനിടയിലാണ് സുപ്രീം കോടതി ഒരു പരിഹാസം ഉണ്ടായത്. ABC കേന്ദ്രങ്ങൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട സംസ്ഥാനങ്ങൾ ഉയർത്തുന്ന പ്രശ്നങ്ങൾ അമിക്കസ് ക്യൂറി കോടതിയിൽ അറിയിച്ചിരുന്നു. ഇതുവരെ നടപ്പാക്കിയ കാര്യങ്ങൾ വ്യക്തമാക്കിയ സംസ്ഥാനങ്ങളുടെ സത്യവാങ്മൂലവും പരാമർശിച്ചായിരുന്നു റിപ്പോർട്ട്. മൃഗങ്ങളുടെ ജനന നിയന്ത്രണം നടപ്പിലാക്കുന്നതിനെക്കുറിച്ചും ഷെൽട്ടർ അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കുന്നതിനെക്കുറിച്ചും ഏകദേശം 10 സംസ്ഥാനങ്ങൾ മാത്രമേ അനുസരണ സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുള്ളൂ എന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു.